എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കാണുന്നു, ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാനൊക്കെ പറ്റും. അപ്പം MS വേർഡിലെ നമ്മൾ ഇന്നൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു കപ്പ് പോലെ ഒരു ഡിസൈൻ, ഒരു കപ്പ് നമുക്ക് എങ്ങനെ MS വേർഡ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഡോക്യുമെന്റ്സ് ടൈപ്പ് ചെയ്യാനും കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് അതിനകത്ത് ഡിസൈൻസും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ അയച്ചു കൊടുക്കുക. അപ്പൊ ഒരുപാട് പേര് ക്ലാസ്സുകൾ കാണാൻ വേണ്ടി നമ്മളുടെ ചാനൽ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നു, ഷെയർ ചെയ്ത് കൊടുക്കുന്നു എന്നൊക്കെ എല്ലാവരുടെയും കമന്റ്സിലൂടെ ഒക്കെ അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്താ പറയാ, ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അതൊക്കെ ഒരു വാക്കുകൾ കൊണ്ട് പറഞ്ഞ് നമുക്ക് അറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. അപ്പൊ ഇനിയും ക്ലാസ്സുകളൊക്കെ കാണാൻ സപ്പോർട്ട് ചെയ്യുക. വേറെ വിശേഷമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മളൊരു കപ്പിന്റെ ഡിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഈ കാണുന്ന പോലെ ആയിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് വൺ ഞാൻ ചെയ്തതാണ്, ബാക്കി രണ്ടെണ്ണം അതിന്റെ കോപ്പി നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇച്ചിരി പ്രയാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രയാസമുണ്ട്. പക്ഷെ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാല് എത്ര പ്രയാസമുള്ള കാര്യമാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമ്മുടെ ക്ലാസ്സുകളിലൂടെ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു കപ്പ് മോഡൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. പ്രയാസമൊന്നുമില്ല, എളുപ്പം തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. കപ്പ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം, കപ്പിന്റെ മോഡൽ ഒരു ഷേപ്പ് നമുക്ക് ഇതിനകത്തൊന്ന് ഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. കപ്പിന്റെ മോഡൽ മാത്രമല്ല, നമുക്ക് ഒരുപാട് ഷേപ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പൊ ആ ഷേപ്സ് ഒക്കെ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഡ്രോയിങ്സും കാര്യങ്ങളും എല്ലാം ചെയ്ത് കളർ കൊടുക്കാനും അതിന് ഡിസൈൻ കൊടുക്കാനും എല്ലാം നമുക്ക് പറ്റും. അപ്പൊ അതിന് ആദ്യം ചെയ്യേണ്ട കാര്യം, ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ചെയ്യുക. അപ്പൊ ഇൻസേർട്ട് എന്ന് പറയുന്ന ഈ ഒരു INSERT, അപ്പൊ ഇതിന്റെ ഈ ഒരു ആൽഫബറ്റിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി, ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല. ഇതിന്റെ ഒന്നെങ്കിൽ I അല്ലെങ്കിൽ N അല്ലെങ്കിൽ SERT, ഇതിന്റെ എവിടെയെങ്കിലും ജസ്റ്റ് ഇങ്ങനെ മൗസ് കൊണ്ട് പോയിന്റ് ചെയ്ത് വെക്കുക. ടച്ച് പാഡ് ആണെങ്കിൽ ടച്ച് പാഡ് ഇങ്ങനെ പോയിന്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസ് ആണെങ്കിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടച്ച് പാഡ് ആണെങ്കിൽ ടച്ച് പാഡിന്റെ മുകളിൽ ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ലിസ്റ്റ് താഴെ കാണാൻ പറ്റും. ഇതിനകത്ത് ഇല്ലുസ്ട്രേഷൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പില് ഷേപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഈ ഷേപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഓപ്പൺ ചെയ്യണം. കാരണം അതിനകത്താണ് ഒരുപാട് ഷേപ്പുകൾ, പല തരത്തിലുള്ള ഷേപ്പുകൾ അതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഷേപ്സ് എന്ന് പറയുന്ന ഈ ഒരു ചെറിയൊരു ഐക്കണിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക. അതിനെ സെലക്ട് ചെയ്യാനായിട്ട് ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല, നമ്മുടെ ഇഷ്ടമാണ്. ഇതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് ചുമ്മാ ഒന്ന് വെച്ചാൽ മതി. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ലിസ്റ്റ് കാണാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് കാണുന്ന ഈ ഷേപ്സ് എല്ലാം നമുക്ക് ഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിപ്പം ചെയ്യുന്നത് ഒരു കപ്പിന്റെ ഡിസൈൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ കപ്പിന്റെ ആ ഒരു മോഡൽ, ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടി അതിന്റെ ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതായത് ലൈൻസ് ഉണ്ട്, റെക്ടാംഗിൾസ് ഉണ്ട്, ബ്ലോക്ക് ആരോസ് ഉണ്ട്, ഇക്വേഷൻ ഷേപ്സ് ഉണ്ട്, ഫ്ലോ ചാർട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പില് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഈ അവസാനത്തെ റോയില് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാല് ഫ്ലോ ചാർട്ട് മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറയുന്ന ഒരു ഷേപ്പ് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ആദ്യമേ നോക്കുമ്പോൾ അതിന്റെ പേരൊന്നും അവിടെ കാണാൻ പറ്റത്തില്ല. പേര് കാണണമെങ്കിൽ മൗസ് ഇങ്ങനെ അതിലോട്ട് ചുമ്മാ ഒന്നുകൊണ്ട് വെച്ചാൽ മതി. അതിപ്പോ ഇതിനകത്തുള്ള ഏത് ഷേപ്പ് ആണെങ്കിലും പേരറിയണമെങ്കിൽ മൗസ് ഇങ്ങനെ അതിലോട്ട് കൊണ്ട് വെക്കുമ്പോൾ തന്നെ അതിന്റെ പേര് കുറച്ച് സമയത്തേനൊന്ന് ഷോ ചെയ്ത് കാണിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, കപ്പിന്റെ ആ ഒരു മോഡൽ വരയ്ക്കാൻ വേണ്ടി ഫ്ലോ ചാർട്ട് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്നും മൂന്നാമത്തെ റോയിലെ രണ്ടാമത്തെ ഓപ്ഷൻ ഫ്ലോ ചാർട്ട് മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് ഈ ഒരു ഷേപ്പിലോട്ട് ഇങ്ങനെ മൗസ് ഒന്ന് വെക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ മൗസ് ഇങ്ങനെ ഈ ഒരു പേജിലോട്ട് പോയിന്റ് ചെയ്യുമ്പോൾ ഒരു പ്ലസ് സൈൻ ആയിട്ട് കാണാം, മൗസ് പോയിന്റർ. ഇനി നമുക്ക് വേണ്ട ആവശ്യത്തിന്, നമുക്ക് വേണ്ട വലിപ്പത്തില് നമ്മൾ സാധാരണ പെൻസിൽ യൂസ് ചെയ്ത് അല്ലെങ്കിൽ പേന യൂസ് ചെയ്ത് വരയ്ക്കുന്ന പോലെ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മൗസ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്യുക എന്ന് പറഞ്ഞ മൗസ് ഇങ്ങനെ പതുക്കെ ഇങ്ങനൊന്ന് പുറകോട്ടൊന്ന് നിരക്കുക. കമ്പ്യൂട്ടറിന്റെ ഭാഷയിൽ നമ്മൾ പറയുന്നത് ഡ്രാഗ് ചെയ്യുക എന്നാണ്. ക്ലിക്ക് ചെയ്യുക,
ദെൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. അപ്പൊ ഡ്രാഗ് ചെയ്യുന്ന അനുസരിച്ച് ഇതിന്റെ വലുപ്പം ഇങ്ങനെ കൂടും. മൗസ് ഇങ്ങനെ താഴോട്ട് വെക്കുന്നതനുസരിച്ച് അതിന്റെ നീളം കൂടും, വലത്തോട്ട് കൊണ്ടുപോകുന്നതനുസരിച്ച് അതിന്റെ വീതി കൂടും. അപ്പൊ ഇങ്ങനെ നമ്മുടെ ആവശ്യത്തിനൊരു കപ്പിന്റെ ഷേപ്പിൽ നമ്മളൊരു മോഡൽ വരയ്ക്കുക. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള വലുപ്പം ആയതിനു ശേഷം മൗസിൽ നിന്നും കൈ എടുക്കുക. കൈ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് ഇങ്ങനെ കാണാൻ പറ്റും. ഇനി ഇപ്പൊ ചെയ്യേണ്ട കാര്യം, കപ്പ് പോലെ നമുക്ക് തോന്നണമെങ്കിൽ അതിനൊരു ഹാൻഡിൽ കൂടെ വേണം. അപ്പൊ ഹാൻഡിൽ വരയ്ക്കാനായിട്ട് സെയിം പ്രൊസീജിയർ ആണ്. ഇൻസേർട്ട് ടാബ് ഓപ്പൺ ചെയ്യുക, അതിൽ നിന്നും ഷേപ്സ് എടുക്കുക. ഈ ഒരു ഗ്രൂപ്പിലെ ബ്ലോക്ക് ആരോസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാല് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ബേസിക് ഷേപ്സ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പില് ബ്ലോക്ക് ആർക്ക് എന്ന് പറഞ്ഞ് ഒരു ആർക്ക് പോലെ ഇരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് മൂന്നാമത്തെ റോയിലെ 4ാമത്തെ ഓപ്ഷൻ. മൗസ് അതിലോട്ട് വെക്കുമ്പോൾ തന്നെ അതിന്റെ പേര് കാണിക്കും, ബ്ലോക്ക് ആർക്ക് എന്നാണ് അതിന്റെ പേര്. അപ്പൊ ആ ഒരു ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ മൗസ് പോയിന്റർ ഒരു പ്ലസ് സൈൻ പോലെ ആകും. ഇനി മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്യുന്ന അനുസരിച്ച് അവിടെ ഒരു ആർക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ വലുപ്പത്തിനനുസരിച്ച് അത് വന്നതിന് ശേഷം മൗസിൽ നിന്നും കൈ എടുക്കുക. ഇപ്പൊ നമ്മൾ ആർക്ക് വരച്ചു, പക്ഷെ നമുക്കറിയാം കപ്പിന്റെ ഹാൻഡിൽ നേരെ തിരിച്ചാണ് വരേണ്ടത്. റൈറ്റിലോട്ട് അത് ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം, ഈ ഒരു ആർക്ക് വരച്ചതിന്റെ ഏറ്റവും മുകളിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നമുക്കൊരു ക്ലോക്ക് വൈസ് ഒരു ആരോ കാണാനായിട്ട് പറ്റും. അപ്പൊ ആരോയിലോട്ട് ഇങ്ങനെ മൗസ് കൊണ്ടുവച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഇങ്ങനെ ഒന്ന് താഴോട്ട് ഇങ്ങനെ ഒന്ന് മൗസ് കൊണ്ടുവരിക. നമ്മൾ ഈ മൗസ് ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു ആർക്ക് ഇങ്ങനെ കറങ്ങുന്നതായിട്ട് കാണാം. അപ്പൊ ഇങ്ങനെ മൗസ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഏത് ഡയറക്ഷനിലാണോ വേണ്ടത് ആ ഡയറക്ഷൻ ആയി കഴിയുമ്പോൾ ഇങ്ങനെ മൗസിൽ നിന്നും കൈയെടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു ഐക്കൺ കാണാൻ പറ്റും. അപ്പൊ ഈ മുകളില് അതിലോട്ട് മൗസ് വെക്കുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് മൗസ് ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്യുക. മൂവ് ചെയ്യുന്ന അനുസരിച്ച് ആ ഒരു ആർക്ക് ഇങ്ങനെ തിരിഞ്ഞു വരും. അപ്പൊ നമ്മുടെ ആവശ്യത്തിനായതിനു ശേഷം മൗസിൽ നിന്നും കൈയെടുക്കുക. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഈ കളറിങ് കാണുന്ന ഇതിന്റെ എവിടെങ്കിലും, ഈ ബ്ലൂ കളർ കാണുന്ന എവിടെങ്കിലും ഇങ്ങനെ മൗസ് വെക്കുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അതിനെ ഇങ്ങനെ വലിച്ചെടുത്തോണ്ട് വന്ന് ഈ കപ്പിനോട് ചേർത്ത് ഇങ്ങനെ വെക്കുക. ചേർത്ത് വെച്ചിട്ട് മൗസിൽ നിന്നും കയ്യ് എടുക്കുക. സിമ്പിളാണ്. നമ്മൾ ഇവിടെയൊക്കെ പിടിച്ചിങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഇത് മാറത്തില്ല. മാറാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ കളർ കാണുന്ന ഈ ഒരു ആർക്കിന്റെ കളർ കാണുന്ന എവിടെയെങ്കിലും ഇങ്ങനെ മൗസ് വെച്ചാൽ മതി. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. കൈ എടുക്കാൻ പാടില്ല. എന്നിട്ട് ഇങ്ങനെ വലിച്ചോണ്ട് മൗസ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് അതിനെ ഇങ്ങനെ കൊണ്ട് വെക്കുക. ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു കപ്പിന്റെ ഷേപ്പ് ഒക്കെ നമുക്ക് തോന്നുന്നുണ്ട്. ഇനി അതിനൊരു കളർ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന പോലെ ഇമേജസും ഒക്കെ കൊടുക്കണം. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ കപ്പിന്റെ ഒരു ഏകദേശ ഷേപ്പ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ഹാൻഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് പിക്ചർ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. പിക്ചർ ആഡ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യം, ഈ ഒരു കപ്പിനെ ഒന്ന് സെലക്ട് ചെയ്യുക. അതായത് ഈ കപ്പിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ മൗസ് വെച്ചിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മുകളിൽ കാണുന്ന ഷേപ്പ് ഫോർമാറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും ഷേപ്പ് ഫിൽ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഷേപ്പ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോവാണ്. നമ്മൾ സെലക്ട് ചെയ്ത ആ ഷേപ്പിനെ ഫില്ല് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടെ കളർ ഉണ്ട്, അതുപോലെ തന്നെ ഗ്രേഡിയന്റ് ഉണ്ട്, ടെക്സ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഇവിടെ ആവശ്യം പിക്ചർ ആണ്. സോ ഇവിടെ പിക്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇനി ഫ്രം എ ഫയൽ എന്നുള്ളത് ചൂസ് ചെയ്തു. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നാണ്. അപ്പം ഞാനിപ്പോ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പിക്ചർ കിടക്കുന്നത് ഡെസ്ക്ടോപ്പിലാണ്. അതുകൊണ്ട് ഈ സൈഡിൽ നിന്നും ഡെസ്ക്ടോപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിൽ നിന്നും ഈ ഒരു ബ്ലൂ റോസിന്റെ ഇമേജ് ആണ് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് കൊടുത്തു. ഇൻസേർട്ട് കൊടുത്തപ്പോ നമുക്ക് ആ ഒരു പിക്ചർ ഇവിടെ നമ്മുടെ കപ്പിന് വന്നിട്ടുണ്ട്. പക്ഷെ ഈ പിക്ചർ ഇങ്ങനെ, ഈ റോസിന്റെ പിക്ചർ ഇങ്ങനെ മുകളിലോട്ടെല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഷേപ്പ് ഫോർമാറ്റിൽ നിന്നും ഷേപ്പ് ഫിൽ എടുക്കുക. ഗ്രേഡിയന്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിന്നും മോർ ഗ്രേഡിയന്റ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ലിസ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. ഇവിടെ ഓഫ്സെറ്റ്
ലെഫ്റ്റ്, ഓപ്സെറ്റ് റൈറ്റ്, ടോപ്പ്, ബോട്ടം കാണാം. ഇതിൽ ഈ ടോപ്പ് എന്നുള്ളത് ഇവിടെ 2 ആരോ ഉണ്ട്. മുകളിലോട്ടുള്ള ആരോ പ്രസ് ചെയ്യുമ്പോൾ കൂടും, കണ്ടോ? കൂടുമ്പോ അതിന്റെ ഒരു വ്യത്യാസം നമുക്ക് കാണാം. താഴത്തെ ആരോ പ്രസ് ചെയ്യുമ്പോൾ ഇത് കുറയും. അപ്പൊ നമുക്കിവിടെ ഒരു ടോപ്പ് 20 എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആ ഒരു പിക്ചർ ഒന്ന് താഴോട്ട് വന്നിട്ടുണ്ട്. ഇത്രയാണ് ചെയ്തത്. ഇനി ഇപ്പൊ ഇതുപോലെ തന്നെ ഈ ഹാൻഡിലിനും പിക്ചർ കൊടുക്കാം. ഹാൻഡിൽ സെലക്ട് ചെയ്തു, ഷേപ്പ് ഫോർമാറ്റിൽ നിന്നും ഷേപ്പ് ഫില്ലിൽ നിന്നും പിക്ചർ സെലക്ട് ചെയ്തു, ഫ്രം എ ഫയലിൽ നിന്നും ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പിക്ചർ ഡെസ്ക്ടോപ്പിലാണ്, അതുകൊണ്ട് ഡെസ്ക്ടോപ്പ് ചൂസ് ചെയ്തു. ഇവിടുന്ന് ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പിക്ചർ സെലക്ട് ചെയ്തു, ഇൻസേർട്ട് ചെയ്തു. ഇൻസേർട്ട് ചെയ്തപ്പോൾ ഇവിടെ ആ പിക്ചർ വന്നിട്ടുണ്ട്. അപ്പൊ ഇതും നമുക്ക് വേണമെങ്കിൽ ഇതിന്റെയും ഈ ഒരു കണ്ടോ, റൈറ്റിലോട്ടുള്ളതും ലെഫ്റ്റിലോട്ടുള്ളതും അതുപോലെ തന്നെ ടോപ്പിലോട്ടുള്ളതും ബോട്ടത്തിലോട്ടുള്ളതും എല്ലാം നമുക്ക് ഇങ്ങനെ കൂട്ടാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അതിങ്ങനെ ചേഞ്ച് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇതിന്റെ ടോപ്പിൽ നമുക്കൊരു ഓവൽ കൂടെ വേണം. അതിന് ഇൻസേർട്ട് ഓപ്ഷനിൽ നിന്നും ഷേപ്പിൽ നിന്നും നമ്മൾ ഈ കാണുന്ന ഓവല്, അതായത് ബേസിക് ഷേപ്സിലെ 2ാമത്തെ ഓപ്ഷനായ ഓവൽ എടുത്ത് ഇവിടെ ഇങ്ങനെ ഒരു ഓവല് വരച്ചു. എന്നിട്ട് ഇതിന്റെ ഈ കാണുന്ന ഈ റൗണ്ട്സിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ അതിന്റെ വലിപ്പം നമുക്ക് ഇങ്ങനെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമുക്ക് പറ്റും. അപ്പൊ നമ്മൾ അതിന്റെ വലിപ്പമൊക്കെ ഒന്ന് കൂട്ടി. ഇനി ഈ വരച്ചിരിക്കുന്ന അകത്തെ ഈ ഒരു ഓവലിനെ സെലക്ട് ചെയ്തിട്ട് ഷേപ്പ് ഫോർമാറ്റിൽ നിന്നും ഷേപ്പ് ഫില്ലിൽ നിന്നും ഗ്രേഡിയന്റ് എടുത്തിട്ട് അതിനൊരു ലൈറ്റ് വേരിയേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോ നമുക്കൊരു അതിന്റെ കളർ ഒന്ന് ലൈറ്റ് ആയിട്ട് വന്നു. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ആ ഒരു കപ്പ് വരയ്ക്കാനായിട്ട് ചെയ്ത കാര്യം. വലിയ പ്രയാസമൊന്നുമില്ല. ആർക്കെങ്കിലും പ്രയാസമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു തരാം. ക്ലാസ്സുകൾ ആവർത്തിച്ചൊന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ അതങ്ങ് ചെയ്യും. അപ്പം കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് തന്നെ ഏതൊരു വർക്ക് കണ്ടാലും തന്നെ അത് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ഐഡിയയിൽ നമുക്കത് വരും, ഇങ്ങനെ ചെയ്താൽ അതിനെ കിട്ടുമല്ലോ എന്ന് നമുക്കൊരു ഐഡിയ വരും. അപ്പൊ ക്ലാസ്സുകളൊക്കെ മാക്സിമം കാണുക, എന്നിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ സമയമെടുത്തൊന്ന് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ അത്രയ്ക്ക് പെർഫെക്ഷൻ ഒന്നും വരത്തില്ല, അത് സാരമില്ല. വീണ്ടും നമ്മൾ ആവർത്തിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് കൃത്യമായിക്കോളും. അപ്പം എത്രത്തോളം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നോ അത്രത്തോളം നമ്മൾ അതിൽ എക്സ്പേർട്ട് ആകുമെന്ന് തന്നെ പറയാം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്ത കപ്പിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സിസ്റ്റം അവൈലബിൾ ആയിട്ടുള്ളവരൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിച്ചോ എന്നുകൂടെ പറയുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു കപ്പിന്റെ ഡിസൈൻ മാത്രമേ പറയുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിനെ ഒരുമിപ്പിക്കുന്നതും അതുപോലെ തന്നെ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതും ഒക്കെ പറയാനുണ്ട്. അപ്പൊ അത് വരുന്ന ക്ലാസ്സിൽ പറയാം. ഇനി ഒന്ന് പെട്ടെന്ന് വേണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഷോർട്ടാക്കി പറയാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്ത കാര്യം, കപ്പിന്റെ ഒരു ഡിസൈൻ കിട്ടാനായിട്ട് ഇൻസേർട്ട് ടാബിൽ നിന്നും ഷേപ്സ് ഓപ്പൺ ചെയ്തു. അതിനകത്ത് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പില് 3ാമത്തെ റോയിലെ 2ാമത്തെ ഓപ്ഷൻ ചൂസ് ചെയ്തു. എന്നിട്ടൊരു കപ്പിന്റെ ഷേപ്പ് വരച്ചു. അതിനുശേഷം ഹാൻഡിൽ വരയ്ക്കാനായിട്ട് ഇൻസേർട്ടിൽ നിന്നും ഷേപ്പിൽ നിന്നും ബേസിക് ഷേപ്പിൽ നിന്നും 3ാമത്തെ റോയിലെ 4ാമത്തെ ഓപ്ഷൻ ബ്ലോക്ക് ആരോ ചൂസ് ചെയ്തു, ഒരു ആർക്ക് വരച്ചു. ഇനി നമുക്കറിയാം ഹാൻഡിൽ തിരിഞ്ഞാണ് വരേണ്ടത്. അതിനുവേണ്ടി ഈ മുകളിൽ കാണുന്ന ഈ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കാണുന്ന ഇതിലോട്ട് മൗസ് വെച്ചു. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്തു. ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു ഹാൻഡിൽ അവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഈ കളർ കാണുന്ന എവിടെയെങ്കിലും മൗസ് വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ഹാൻഡിൽ ഇങ്ങനെ ഇതിനോട് ചേർത്തുകൊണ്ട് വെച്ചു. പിന്നെ നമ്മൾ ചെയ്തത് ഈ ഒരു കപ്പ് ചൂസ് ചെയ്തിട്ട് ഇമേജ് ഇൻസേർട്ട് ചെയ്യുവാണ്. ഷേപ്പ് ഫോർമാറ്റിൽ നിന്നും ഷേപ്പ് ഫില്ലിൽ നിന്നും പിക്ചർ ഓപ്ഷൻ എടുത്തു. ഫ്രം എ ഫയലിൽ നിന്നും നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പിക്ചർ എവിടാണോ, ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പിക്ചർ ഡെസ്ക്ടോപ്പിലാണ്. ഡെസ്ക്ടോപ്പിൽ നിന്നും ഈ ഒരു പിക്ചർ സെലക്ട് ചെയ്തു, ഇൻസേർട്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്ത കാര്യം, ഈ ഒരു റോസിന്റെ ഈ ഒരു കാര്യം മുകളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് മായ്ക്കാനായിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട്, അതായത് ഈ കപ്പ് സെലക്ട് ചെയ്തിട്ട് ഷേപ്പ് ഫോർമാറ്റിൽ നിന്നും ഷേപ്പ് ഫില്ലിൽ നിന്നും ഗ്രേഡിയന്റ് ഓപ്ഷൻ എടുത്തു. അതിൽ നിന്നും മോർ ഗ്രേഡിയന്റ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം. അതിനകത്ത് ഓഫ്സെറ്റ് ടോപ്പ് എന്നുള്ളത് 20 ആക്കി കൊടുത്തപ്പം
നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. ഞാനിപ്പോ 20 കൊടുത്തതേ ഉള്ളൂ. 20 കൊടുത്തപ്പം ആ ഒരു റോസിന്റെ ടോപ്പ് ഇങ്ങനെ താഴോട്ട് വന്നു. ഇനി അതുപോലെ തന്നെ ഹാൻഡിലിൽ നമുക്ക് പിക്ചർ കൊണ്ടുവരാം. ഹാൻഡില് സെലക്ട് ചെയ്തു, ഷേപ്പ് ഫോർമാറ്റ്, ഷേപ്പ് ഫില്ല്, പിക്ചർ, ഫ്രം എ ഫയലിൽ നിന്നും ഡെസ്ക്ടോപ്പിൽ നിന്നും പിക്ചർ സെലക്ട് ചെയ്തു, ഇൻസേർട്ട് ചെയ്തു. ഇവിടെയും നമുക്ക് ആ ഒരു ലെഫ്റ്റ് റൈറ്റ് അല്ലെങ്കിൽ ടോപ്പ് ബോട്ടം നമുക്ക് ഇങ്ങനെ കൂട്ടാനായിട്ട് പറ്റും, കൂട്ടാനും കുറയ്ക്കാനും പറ്റും. പിന്നെ നമ്മൾ ചെയ്തത് ടോപ്പ് പോർഷൻ ആണ്. അപ്പൊ അതിനുവേണ്ടി ഇൻസേർട്ട്, ഷേപ്പിൽ നിന്നും ബേസിക് ഷേപ്പിലെ ഓവൽ എടുത്തു, ഒരു ഓവൽ ഇതിനകത്തോട്ട് വരച്ചു. ചെറിയൊരു ഓവലാ വന്നത്, പക്ഷെ അതിന്റെ വലിപ്പം കൂട്ടാനായിട്ട് ഈ ഒരു സർക്കിളിൽ മൗസ് വെച്ചിട്ട് ഇങ്ങനെ മൗസ് ഡ്രാഗ് ചെയ്തു. ഈ സൈഡിൽ കാണുന്ന എല്ലാം നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ ഡ്രാഗ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ടോപ്പും വന്നു. ഇനി ഈ ടോപ്പിന്റെ കളർ ഒന്ന് കുറച്ചാക്കി കൊടുത്തു. അതിനുവേണ്ടി ഇപ്പൊ വരച്ചത് കണ്ടോ, ഇപ്പൊ വരച്ചതിനെ സെലക്ട് ചെയ്തു, ഷേപ്പ് ഫോർമാറ്റിൽ നിന്നും ഷേപ്പ് ഫില്ലിൽ നിന്നും ഗ്രേഡിയന്റ് എടുത്തു. ഇഷ്ടമുള്ള ഈ ഒരു ലൈറ്റ് വെർഷനും ഉണ്ട്, ഡാർക്ക് വെർഷനും ഉണ്ട്. അപ്പൊ ഒരു ലൈറ്റ് വെർഷൻ ഒന്ന് കൊടുത്തു. അപ്പൊ ഇതാണ് നമ്മളിപ്പോ വരച്ച കപ്പ്. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമുക്ക് പറ്റും. അപ്പൊ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇന്ന് ചെയ്ത കാര്യം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയോ, നിങ്ങൾക്കത് എളുപ്പമായോ എന്ന് കൂടെ പറയുക. നാളെ അപ്പം നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ.